Once again, you are welcome to a new video of Ramanuja Institute of Accounting. ഇന്ന് ടാലി ട്യൂട്ടോറിയൽ പാർട്ട് 3യിൽ ട്രയൽ ബാലൻസ് എങ്ങനെ ടാലിയിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രയൽ ബാലൻസ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഡേറ്റ് ആണ്. ട്രയൽ ബാലൻസ് എപ്പോഴും അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് നാം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇയർ എൻഡായിരിക്കും അതിനുണ്ടാവുന്ന ഡേറ്റ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഏതാണ് ഇയർ എൻഡ് വരുന്നത്, അതിൻ്റെ ബിഗിനിങ് ഡേറ്റ് ആണ് നാം കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടാലിയിൽ നൽകേണ്ടുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ കിട്ടിയിരിക്കുന്ന എക്സാമ്പിളില് അതിൻ്റെ ഇയർ എൻഡ് വരുന്നത് 31 മാർച്ച് 2020 ആണ്. അപ്പം നാം ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകേണ്ടുന്ന ഡേറ്റ് 1 ഏപ്രിൽ 2019. ഒരു ട്രയൽ ബാലൻസ് ലഭിച്ചാൽ നാം കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയറും ബുക്സ് ബിഗിനിങ്ങും എപ്പോഴും സെയിം ആയിരിക്കും, ഒരേപോലെയാണ് നൽകേണ്ടുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ട്രയൽ ബാലൻസ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ടാലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പനി ക്ലോസ് ചെയ്യാൻ വേണ്ടി Alt F1 പ്രസ് ചെയ്യുക, ദെൻ ക്രിയേറ്റ് കമ്പനി. അപ്പോൾ ഇവിടെ നമുക്ക് രാമാനുജ പാർട്ട് 3, ദെൻ പ്രസ് എൻ്റർ കീ പ്രസ് ചെയ്യാം. അതിനുശേഷം റൈറ്റ് സൈഡ് അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യുക, ദെൻ ഡേറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡേറ്റ് 31 മാർച്ച് 2020 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, ബിഗിനിങ് ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ നൽകേണ്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് 31 മാർച്ച് 2020 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2019. ഇവിടെ ബുക്സ് ബിഗിനിങ്ങും ഫിനാൻഷ്യൽ ഇയറും രണ്ടും സെയിം ആയിരിക്കും. 2020 മാർച്ചിൽ അവസാനിക്കുന്ന പീരിയഡിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2019 ആയിരിക്കും. ദെൻ പ്രസ് എൻ്റർ കീ, സേവ് ദ കമ്പനി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലി ലഭിച്ചു. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്യുക. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഇൻഫർമേഷനിൽ ലെഡ്ജേഴ്സിൽ ക്രിയേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, അതിന് ബാലൻസ് നൽകണം. അപ്പോൾ ഇവിടെ സിംഗിൾ ലെഡ്ജർ എടുക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ലെഡ്ജറിൽ ക്രിയേറ്റ് എടുക്കാം. അണ്ടർ ഗ്രൂപ്പ് ഓൾ ഐറ്റം സെലക്ട് ചെയ്യുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രയൽ ബാലൻസിലുള്ള ഓർഡർ അനുസരിച്ച് തന്നെ നമുക്കിതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൻ്റെ അണ്ടർ ഏത് ഗ്രൂപ്പിലാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്? അണ്ടർ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സെലക്ട് ചെയ്യുക. ദെൻ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഇവിടെ ആ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്രയാണോ അത് നൽകുക. ഇവിടെ ഇപ്പോൾ 3 lakh ആണ്, അത് ടൈപ്പ് ചെയ്യുക. ക്രെഡിറ്റ് ബാലൻസ് അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ചില കേസിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റിലാണ് എമൗണ്ട് ലഭിച്ചിരിക്കുന്നത്, അപ്പോൾ ക്രെഡിറ്റ്. നെക്സ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ വിഡ്രോവൽ ബൈ പ്രൊപ്രൈറ്റർ. അപ്പോൾ അത് എപ്പോഴും അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഡെബിറ്റിലാണ് തന്നിരിക്കുക, അത് ശ്രദ്ധിക്കണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എമൗണ്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഡി പ്രസ് ചെയ്ത് അത് ഡെബിറ്റാക്കി മാറ്റാം. നെക്സ്റ്റ് ക്യാഷ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ട. ക്യാഷ് ഇതിൽ ഡിഫോൾട്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വേണം? ഇതിലുള്ള ക്യാഷ് ഒഴികെയുള്ള എല്ലാ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആൾട്രേഷൻ മോഡിൽ നമുക്ക് ക്യാഷിന് ബാലൻസ് നൽകാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ബാങ്ക് ടൈപ്പ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ഡെബിറ്റ് ബാലൻസ് ആവുമ്പോൾ അത് എപ്പോഴും അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ക്രെഡിറ്റ് ആണ് എമൗണ്ട് ഉള്ളതെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതെന്തായിരിക്കും? ലോൺസ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ബാങ്ക് എമൗണ്ട് 18,000. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ്.
എമൗണ്ട് 35,450. ഇത് ബിൽ നമ്പറൊക്കെ നൽകാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ബിൽ നമ്പറൊന്നും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്കത് ടൈപ്പ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് എമൗണ്ട് 35,000. ഇവിടെയും ബിൽ നമ്പർ നൽകാനുള്ള ഒരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഫേർണിച്ചർ അക്കൗണ്ട് അണ്ടർ ഫിക്സഡ് അസറ്റ് എമൗണ്ട് 1,25,000. നെക്സ്റ്റ് മെഷീനറി എന്താണ്? ഫിക്സഡ് അസറ്റ് ആണല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്യുക 2,60,000. നെക്സ്റ്റ് purchase account under purchase account amount 28,000. നെക്സ്റ്റ് purchase return അണ്ടർ എപ്പോഴും എന്തായിരിക്കും? purchase account ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ബാലൻസാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അത് സി പ്രസ് ചെയ്ത് ക്രെഡിറ്റ് ബാലൻസ് ആക്കി മാറ്റുക. നെക്സ്റ്റ് സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് 1,45,000. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺ അണ്ടർ സെയിൽസ് നമ്മൾ കൊടുക്കുമ്പോഴും അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ഡി എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്യുക, ഡെബിറ്റ് ബാലൻസ് ആക്കി മാറ്റുക. നെക്സ്റ്റ് സാലറി അക്കൗണ്ട്. സാലറി എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക, എമൗണ്ട് ടൈപ്പ് ചെയ്യുക 4,800. നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഇൻകം ആവാം അല്ലെങ്കിൽ എക്സ്പെൻസ് ആവാം അല്ലേ. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എമൗണ്ട് ഡെബിറ്റ് കോളത്തിലാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം ആയിരിക്കും. നമുക്കിവിടെ ക്രെഡിറ്റ് കോളത്തിലാണ് എമൗണ്ട് ലഭിച്ചിരിക്കുന്നത് 500. അപ്പോൾ അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്. എമൗണ്ട് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യാം. നെക്സ്റ്റ് ഫ്രൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്യുക, എമൗണ്ട് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ക്യാഷ് ഒഴികെയുള്ള എല്ലാ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തു. ഇനി ക്യാഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിംഗിൾ ലെഡ്ജറിൽ ആൾട്ടർ സെലക്ട് ചെയ്യുക. അതിൽ ക്യാഷ് പ്രസ് എൻ്റർ കീ, ദെൻ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളിടത്ത് ക്യാഷിൻ്റെ എമൗണ്ട് 1,750 ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ എമൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ ഒരു ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 2 എമൗണ്ട് ഡെബിറ്റ് വാല്യൂയും ക്രെഡിറ്റ് വാല്യൂയും സെയിം ആയിട്ടാണുള്ളത്. ഇവിടെ വല്ല മിസ്റ്റേക്സും വരികയാണെങ്കിൽ ഇവിടെ ആ ഡിഫറൻസ് എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. എൻ്റർ കീ പ്രസ് ചെയ്ത് സേവ് ചെയ്യാം. ഇനി എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം, എഗെയിൻ എസ്കേപ്പ് കീ. നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ട്രയൽ ബാലൻസ് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കുക. ലെഡ്ജർ ക്രിയേഷൻ വിൻഡോന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. എങ്കിൽ കൂടിയും നമുക്ക് ഈ ട്രയൽ ബാലൻസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ, അതിൽ ട്രയൽ ബാലൻസ് സെലക്ട് ചെയ്യുക. ദെൻ പ്രസ് F5 ഫോർ ലെഡ്ജർ വൈസ് ഡിസ്പ്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആൽഫാബറ്റിക് ഓർഡറിലാണ് ലെഡ്ജേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. എമൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ഉണ്ട്, ടോട്ടൽ 2 ഈക്വൽ ആണ്. ഇവിടെ യാതൊരുവിധ ഡിഫറൻസും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? കറക്റ്റാണ്. അങ്ങനെ ഇവിടെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി എന്ത് ചെയ്യാം? ആൻസർ വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ദെൻ പ്രസ് എൻ്റർ കീ, പ്രസ് ആൾട്ട് F1 ഫോർ ഡീറ്റെയിൽഡ് റിസൾട്ട്. ഇവിടെ നോക്കാം, ഗ്രോസ് പ്രോഫിറ്റ് 1,14,300, നെറ്റ് പ്രോഫിറ്റ് 1,10,000. പ്രസ് എസ്കേപ്പ് കീ, ദെൻ സെലക്ട് ബാലൻസ് ഷീറ്റ്, പ്രസ് ആൾട്ട് F1. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ലഭിച്ചിട്ടുണ്ട്. ടോട്ടൽ 2 സൈഡിലും ഈക്വൽ ആണ്. അസറ്റ് സൈഡിലായാലും ഇത് അസറ്റ് സൈഡ്, ഇത് ലയബിലിറ്റി സൈഡ്, 2 സൈഡും എന്താണ്? ടോട്ടൽ ഈക്വൽ ആണ്. ഓക്കെ, ഇത്ര മാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ട്രയൽ ബാലൻസ് വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് അടുത്ത വീഡിയോയിൽ. ടാലിയിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ ടാലിയുടെ ക്ലോസ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കില്ല.
എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക, എഗെയിൻ എസ്കേപ്പ് കീ, അപ്പോൾ ക്വിറ്റ്. എസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ലെറ്റർ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താലും ടാലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാം. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് ടാലിയിൽ എൻ്റർ ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.